മറ്റു വാർത്തകളിലേക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ മരണസംഖ്യയിലും അപകട കാരണത്തിലും കൃത്യമായ മറുപടി നൽകാതെ കേന്ദ്ര സർക്കാർ. വ്യോമസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യോമയാനമന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു. ബോയിംഗ് വിമാനങ്ങളിൽ എയർ ഇന്ത്യ അധിക സുരക്ഷാ പരിശോധന ആരംഭിച്ചു. അപകടത്തിൽ ഹോസ്റ്റലിന് മുകളിൽ പതിച്ച വിമാനാവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. മരിച്ച മലയാളി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകി. എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്ന് മാത്രമാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രതികരണം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായി ഉന്നതതല സമിതി രൂപീകരിച്ചു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച നടക്കുമെന്നും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചു. And the people we feel who can bring in a lot of expertise and value to the committee which is going to investigate in a holistic way into the incident. And we have put a time limit of 3 months for them to sit down, talk to various stakeholders and involve and discuss with any other important expert that is necessary as per their investigation. DGC നിർദ്ദേശിച്ച സുരക്ഷാ പരിശോധന ബോയിംഗ് വിമാനങ്ങളിൽ എയർ ഇന്ത്യ ആരംഭിച്ചു. പരിശോധന നടക്കുന്നത് ചില ദീർഘദൂര സർവീസുകളെ ബാധിക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ഉയർന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 32 പേർ ചികിത്സയിലും തുടരുകയാണ്. ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ 21 മൃതദേഹങ്ങളിൽ 9 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരെന്നും ഡോക്ടർമാർ അറിയിച്ചു. Up to now 21 other than the passenger and medical student, 21 dead body recovered from the site of the plane crash. അതിനിടെ ഹോസ്റ്റലിന് മുകളിൽ ഉണ്ടായിരുന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തു. മേഖലയിൽ തിരച്ചിലും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികളും തുടരുകയാണ്. അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇന്ന് അഹമ്മദാബാദിലെത്തി DNA-ക്കുള്ള സാമ്പിൾ കൈമാറി. വിമാന ദുരന്തം നടന്ന് 3 ദിവസം പിന്നിട്ടിട്ടും അപകട കാരണം വ്യക്തമാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളെ കൂടുതൽ വിവരം പിന്നീട് അറിയിക്കുമെന്ന് മാത്രമാണ് വ്യോമയാന മന്ത്രിയുടെ പ്രതികരണം. അതേസമയം ഈ DNA പരിശോധന കേന്ദ്രത്തിന് പുറത്ത് അവരുടെ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്നത് അനേകം പേരാണ്. അഹമ്മദാബാദിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് പിയ, മീഡിയ 1.